പെറ്റ് കൂട്ടുന്നു പറഞ്ഞു. ഈ പെറ്റ് കൂട്ടിയ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ സഹായം കൊണ്ടാണ് ഇയാളുടെ മകൻ ദുബായിൽ നിന്ന് അഴിന്റെ ഉള്ളിലാകണ്ട, ജയിലിലാകണ്ട. ആരാ രക്ഷിച്ചത്? ഈ പെറ്റ് കൂട്ടുന്ന സമുദായത്തിൽപ്പെട്ട MA യൂസുഫ് അലിയാണ് കഴിച്ചിലാക്കിയത്. അവിടെ മതം നോക്കിയിട്ടുണ്ടോ അയാള്? അതേപോലത്തെ കാന്തപുര ഉസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഇപ്പൊ ഈ സമീപകാലത്ത് ചെയ്ത സേവനം എന്താണ്? ആർക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് അദ്ദേഹവും ജിഫ്രി തങ്ങളും TP അബ്ദുൽ കോയമതിരിയും ഉസൈം അടവൂരും പാണക്കാട് അവരൊക്കെ സംസാരിക്കുന്ന ഭാഷ എത്ര സൗമ്യമായ രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ മുഖ്യമന്ത്രി അതേമാതിരി തന്നെ ഇപ്പൊ വാസൻ ഇവരൊക്കെ എന്താ പറയുന്നത്? ആരെ മുമ്പിലും നിലപാട് പറയുന്ന ആള്. എന്ത് നിലപാടാണ് ഇയാൾ ഈ പറയുന്നത്? ഇയാൾ നിലപാടാണോ പറയുന്നത്? കൊടും വിഷം പറയുന്ന ഒരാളെ ആർജമുള്ള ആളെന്ന് പറയാൻ പാടുണ്ടോ? ഈ ബാബുവും ഈടനൊക്കെ ചെയ്തത് വളരെ തെറ്റാണ്. ഒരു മതനിരപേക്ഷ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളൊക്കെ നാളെ മത്സരിക്കേണ്ടവരാ. നിരപേക്ഷ സമൂഹത്തിന് വോട്ട് ഇവർക്ക് വേണ്ടേ? അത് എത്ര വലിയ സുജായിയായും ഇമ്മാരി കൊടും വിഷയം പറയുന്ന തമ്മടിത്തം പറയുന്ന ഒരു വ്യക്തിയെ വാനോളം പുകഴ്ത്തുകയാണെങ്കിൽ കേരളത്തിലെ ജനത ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആകെ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. 12 മക്കളെ പെറ്റൊരമ്മേ, ആ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് പറയുന്ന പോലെയാണ് നടേശനാണ് ഭ്രാന്തൻ. ഈ SNDPയും ശ്രീനാരായണ ഗുരുവിനെ കൊണ്ടും ആകപ്പാടെ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനും അവന്റെ കുടുംബക്കാർക്കും മാത്രമാണ്. അല്ലാതെ അയാളുടെ പെട്ട ജാതിക്കാർക്ക് 10 വയസ്സിന്റെ ഗുണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന്റെ പല സംഘടനകളിലും ഇയാൾക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അറിയാലോ ഇയാളുടെ നിലപാട് എത്രത്തോളം ഉണ്ട്, ഇയാളുടെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട്, ഇയാളുടെ കയ്യിലിരിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.